ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുപ്പകാലം അത്രമേൽ മനോഹരമാക്കിയ ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ മൈതാനത്ത് നിന്നും വിട പറയുന്ന കാഴ്ചയാണ് ഈയിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജർമ്മൻ കുപ്പായത്തിൽ നിന്ന് ടോണി ക്രൂസും മുള്ളറും ന്യൂയറും മടങ്ങി. പോർച്ചുഗലിൽ നിന്ന് പെപ്പയും ക്രൊയേഷ്യയിൽ നിന്ന് മോഡ്രിച്ചുമെല്ലാം അവരുടെ വിടവാങ്ങൽ സന്ദേശങ്ങളൊക്കെ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ജൂലൈ 15 ദിവസം മറ്റൊരാളുടെ വിടവാങ്ങലിന് കൂടെ നമ്മൾ സാക്ഷിയാകേണ്ടി വരും. കളിച്ചതും വളർന്നതുമെല്ലാം ലിയണൽ മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ കാലഘട്ടത്തിലായതുകൊണ്ട് മാത്രം കാലം വേണ്ടത്ര വാഴ്ത്തി പാടാതെ പോയൊരാൾ. നിർണായകമായ പല വേദികളിലും അർജന്റീനക്കാരുടെ രക്ഷകനായും മാലാഖിയായും അയാൾ അവതരിച്ചിരുന്നു. നമ്മുടെ ജനറേഷനിൽ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരം, ആൽബി സെലസ്റ്റുകളുടെ മാലാഖ ഏഞ്ചൽ ഡി മരിയ. നമുക്കുറപ്പിച്ച് തന്നെ പറയാം, അർജന്റീനയുടെ ഏറ്റവും വലിയ നഷ്ടമാണ് ഏഞ്ചൽ ഡി മരിയയുടെ വിടവാങ്ങൽ എന്നത്. കാരണം പല നിർണായകമായ മത്സരങ്ങളിലും അർജന്റീനയുടെ പ്രതീക്ഷകളെല്ലാം ഇരുൾ മൂടുമ്പോഴും ഡി മരിയ എന്ന താരം അവിടെ ഉണ്ടെങ്കിൽ അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതൊന്നുമായിരുന്നില്ല. 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അർജന്റീനയുടെ വർഷങ്ങളായ കാത്തിരിപ്പിന് വിരാമം ചാർത്തിയതു മുതൽ യൂറോപ്യൻ മമ്മമാരായ ഇറ്റലിയെ അവരുടെ മടയിൽ പോയി തന്നെ തകർത്തെറിയുമ്പോഴും അവസാനം ഫ്രഞ്ച് പടയെ കീഴ്പ്പെടുത്തി ലോകകപ്പ് കിരീടം ഉയർത്തിയപ്പോഴും ഈ മനുഷ്യൻ്റെ പങ്ക് അതിലെത്രത്തോളം ആയിരുന്നു എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അന്ന് പലരും ഓർത്തുപോയൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിക്കെതിരെ ഏറ്റുമുട്ടാൻ ഇടത് വിങ്ങിൽ മാലാഖയായി ഡി മരിയ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കിരീടങ്ങൾ വാരിക്കൂട്ടാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു എന്നത്. കോപ്പ അമേരിക്ക ഫൈനലിൽ എന്ത് സംഭവിച്ചാലും ഞാൻ വിരമിക്കും. കാരണം രാജ്യത്തിന് വേണ്ടി എനിക്ക് സാധ്യമായതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിരമിക്കലിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. പക്ഷേ ഇത്രയും സംഭാവന അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുത്ത ഒരു താരമായിട്ട് പോലും അയാൾക്ക് വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ അത്രയും വായ്ത്തുപാടുകൾ അയാൾക്ക് എത്തിയില്ല എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. ഒടുവിൽ തനിക്കാകുന്നതെല്ലാം ഈ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ രചിച്ചുകൊണ്ട് അയാളും പടിയിറങ്ങാൻ പോവുകയാണ്. എന്നാലും ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ അർജന്റീന ട്രോഫികൾ നേടിയ ഫൈനൽ മത്സരങ്ങളിലെ ഹൈലൈറ്റ് എടുത്തു നോക്കുമ്പോൾ കമൻട്രി ബോക്സിൽ നിന്നും ഉറക്കെ വിളിച്ചു പറയുന്ന ആവർത്തനമായി അവർ കേൾക്കുന്നൊരു നാമം തന്നെയായിരിക്കും ഏഞ്ചൽ ഡി മരിയ എന്നത്. ലവ് യു ഏഞ്ചൽ ആൻഡ് വി വിൽ മിസ് യു. സ്പോർട്സ് ഡെസ്ക് ഫുട്ട് ആൻഡ് ടൈം. Argentine gold! That is just beautiful. Angel Di Maria, who scored the goal,